സാർ, ഈ പൂരം കലക്കലിലെ ADGP MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അട്ടിമറിക്കാൻ ചില തൽപര കക്ഷികൾ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതേസമയം പോലീസിന് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ട്. അല്ല, ആ റിപ്പോർട്ടൊക്കെ അബദ്ധമാണ്. കാരണം ADGPയുടെ റിപ്പോർട്ട് മുഴുവൻ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഇയാളുടെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. പൂരം കലക്കിയതെന്നുള്ള വാസ്തവമാണ്, പക്ഷേ കലക്കിയ ആളാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന് യാതൊരു വിലയില്ല. മാത്രമല്ല, അങ്ങനെ കലക്കിയ ആളെ ഇപ്പോൾ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും നരേന്ദ്രമോദിയായിട്ടുള്ളൊരു പാലാണ്. അതുകൊണ്ടാണ് അജിത് കുമാറിനെ പ്രൊമോട്ട് ചെയ്ത് നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കുക. അതാണ് പിണറായിൻ്റെ ലൈൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രിക്ക് RSSുമായിട്ടുള്ള ബന്ധം ദിവസേന പുറത്തു വരികയാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് വിജയരാഘവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലുണ്ടാവും. അത് BJPയും CPM ആയിട്ടായിരിക്കും. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ BJPയെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ തിരുവമ്പാടി ദിവസം ഇത്തരത്തിലൊരു ശ്രമം നടത്തി എന്നുള്ളതൊന്നും പരാമർശിച്ചിട്ടില്ല. അതിൻ്റെ ഏജൻ്റാണല്ലോ റിപ്പോർട്ടുണ്ടാക്കിയത്. BJPയുടെ ഏജൻ്റാണല്ലോ റിപ്പോർട്ടുണ്ടാക്കിയത്. ഇതിലെല്ലാ കുറ്റവും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക. അത് നടക്കില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കില്ല. അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് സർക്കാർ അതുപോലെ തന്നെ DGP ഒക്കെ തള്ളിയതാണ്. തുടർന്നൊരു ത്രിതല അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം ഇപ്പോൾ എങ്ങും എത്തിയിട്ടുമില്ല. ആ അന്വേഷണം എവിടെ എത്തില്ല. പിണറായി ഉള്ളിടത്തോളം കാലം അജിത് കുമാറിനൊന്നും പേടിക്കാനില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി പരുങ്ങല്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ധൈര്യമുള്ളത്, ഇനി കേരളത്തിൽ ഭരണം മാറിയാലും കേന്ദ്രത്തിൽ ഉടനെ മാറില്ലല്ലോ. ആ ധൈര്യമാണ് അജിത് കുമാറിനുള്ളത്. പക്ഷേ സംസ്ഥാന കേഡറിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഭാവിയിൽ അദ്ദേഹത്തിന് അത്ര സുഖകരമായിരിക്കില്ല ഭാവി കാര്യം.